വാർത്തകൾ തുടരുന്നു. ക്ഷയരോഗം, കുഷ്ഠരോഗം എന്നിവ ആദ്യഘട്ടത്തിൽ തന്നെ നിർണയം നടത്തി ചികിത്സിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന അശ്വമേധം ക്യാമ്പയിന്റെ ചാലക്കുടി ബ്ലോക്ക് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്ഥിരസമിതി CV ആന്റണി അധ്യക്ഷനായി. DMO ഓഫീസിലെ മാസ് മീഡിയ ഓഫീസർ സോണിയ വിഷയാവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലീന ഡേവിസ്, MD പാവുലയൻ, ഇന്ദിര പ്രകാശൻ, ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ എന്നിവർ പ്രസംഗിച്ചു. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ മറ്റ് പകർച്ചരോഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ TB കേസുകളുടെ മരണസംഖ്യ കൂടുതലായിട്ട് കാണുന്നുണ്ട്. സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ ത്യാഗപൂർണമായ ജോലികൾ ചെയ്യുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചുമതല തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്ന ക്ലാസ്സിൽ നിന്ന് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും ലെപ്രസിയും TBയും ഇറാഡിക്കേറ്റ് ചെയ്തതാണ്. പക്ഷേ അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. സാധാരണക്കാരുടെ ഇടയിൽ ഇന്നും ഭൂമിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ ലഭിക്കുന്നതിന് ATM കാർഡ് മാതൃകയിൽ പ്രോപ്പർട്ടി കാർഡ് പുറത്തിറക്കുമെന്ന് മന്ത്രി K. രാജൻ. വ്യക്തിയുടെ വസ്തുവിന് അകത്തുള്ള കെട്ടിടങ്ങൾ, ടാക്സ്, ഭൂമിയുടെ തരം, വിസ്തൃതി തുടങ്ങിയവ ഉൾപ്പെടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളും വിശദാംശങ്ങളും രേഖപ്പെടുത്തുന്ന കാർഡാണ് നിലവിൽ വരിക. 2026 ജനുവരിയോടെ പ്രോപ്പർട്ടി കാർഡ് എല്ലാവർക്കും വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ നടന്ന റവന്യൂ മേഖലാ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വ്യക്തിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളും വിശദാംശങ്ങളും രേഖപ്പെടുത്തുന്ന കാർഡാണ് നിലവിൽ വരിക. ഈ കാർഡിലേക്ക് ഉൾക്കൊള്ളിക്കാവുന്ന മറ്റു വിവരങ്ങളെ വിശദാംശങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് വകുപ്പെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് നയത്തിന്റെ ഭാഗമായി 438 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ നടന്നുവരികയാണ്. സർവേയുടെ 3ാം ഘട്ടം ഫെബ്രുവരി 14 ആരംഭിക്കും. എന്റെ ഭൂമി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ പരിധിയിൽ 1000 വില്ലേജുകളിൽ ഈ വർഷം അവസാനമാകുമ്പോഴേക്കും പ്രവർത്തനക്ഷമമാകുന്ന പ്രവൃത്തികളാണ് നടന്നുവരുന്നത്, മന്ത്രി പറഞ്ഞു. KSRTCയിൽ INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF പണിമുടക്ക് തുടരുന്നു. പണിമുടക്ക് ഒഴിവാക്കാൻ KSRTC CMD പ്രമോജ് ശങ്കർ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് 24 മണിക്കൂർ സമരവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. ഇതിനെ നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. 12 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം വിതരണം ചെയ്യണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം. DA കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക, ഡ്രൈവർമാരുടെ സ്പെഷ്യൽ അലവൻസ് കൃത്യമായി നൽകുക തുടങ്ങിയവയാണ് മറ്റ് പ്രധാന ആവശ്യങ്ങൾ. അതേസമയം ഡയസ് നോൺ പ്രഖ്യാപിച്ച പണിമുടക്ക് അട്ടിമറിക്കാനുള്ള നീക്കം വിലപോകില്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും TDF സംസ്ഥാന പ്രസിഡന്റ് തമ്പാനൂർ രവി, വർക്കിംഗ് പ്രസിഡന്റ് M. വിൻസെന്റ് MLA, ജനറൽ സെക്രട്ടറി VS ശിവകുമാർ എന്നിവർ അറിയിച്ചു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോനപ്പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാളിന് ബുധനാഴ്ച കൊടിയേറുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് തിരുനാൾ. ബുധനാഴ്ച വൈകിട്ട് 4:45 തിരുനാൾ കൊടിയേറ്റം നടക്കും. തുടർന്ന് ദിവ്യബലിക്ക് മാർ സെബാസ്റ്റ്യൻ വാണിയാപുരയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ദിവ്യബലിക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ജോളി വടക്കൻ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ദിവ്യസ്വരൂപം എഴുന്നള്ളിക്കൽ 7 മണിക്ക് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. ശനിയാഴ്ച വിവിധ സമുദായങ്ങളുടെ അമ്പെഴുന്നള്ളിപ്പ്. ഞായറാഴ്ച രാവിലെ 10 ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4 തിരുനാൾ പ്രദക്ഷിണം. രാത്രി 8 ഇടവകയിലെ മുഴുവൻ വൈദികരും ചേർന്നുള്ള ദിവ്യബലി. തിരുനാൾ പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തും. തിങ്കളാഴ്ച വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പ്. രാത്രി 8 ടൗൺ അമ്പ് പ്രദക്ഷിണം. ചൊവ്വാഴ്ച പ്രവാസി അമ്പ് ഉണ്ടായിരിക്കും. ഫെബ്രുവരി 15, 16 തീയതികളിൽ 8ാം ഇടവും വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. തിരുനാളിനോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ 4 എക്സിബിഷനുകൾ സംഘടിപ്പിക്കും. നിലപ്പന്തലുകളും
തിരുനാളിനോടനുബന്ധിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നിർധനരായവർക്ക് ഭവനം ഒരുക്കുവാൻ കൂടൊരുക്കാൻ കൂടെയുണ്ട് പദ്ധതിയിലൂടെ 21 വീടുകൾ നിർമ്മിച്ചു നൽകുന്നു. കൂടാതെ ഡയാലിസിസ് രോഗികൾക്ക് ചില്ലറക്കാരൻ പദ്ധതിയിലൂടെ ചികിത്സാ സഹായം നൽകുന്നു. ഫെബ്രുവരി 9 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് 17 ഭവനങ്ങളുടെ അടിസ്ഥാന ശില ആശീർവാദവും 4 ഭവനങ്ങളുടെ ബെഞ്ചിരിപ്പ് കർമ്മവും ഇരിയാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണുകാടൻ നിർവഹിക്കും. നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹ സഹായം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുനാൾ ഫെസ്റ്റ്, BNI എക്സിബിഷൻ എന്നീ മേളകൾ നടക്കും. തിരുനാളിന്റെ വിവിധ ദിവസങ്ങളിലായി 52-ൽ പരം അമ്പ് പ്രദക്ഷിണങ്ങളാണ് വിവിധ സമുദായങ്ങൾ ഒരുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ വികാരി വർഗീസ് പാത്താടൻ, ജനറൽ കൺവീനർ സൈബു മാളക്കാര്, ജോഷി പുത്തിരിക്കൽ, ലിജോ മുളങ്കാടൻ, കൈക്കാരന്മാരായ ഡേവിസ് മൽപ്പാൻ, ഡേവിസ് തെക്കൻ മാച്ചപ്പള്ളി, ഷാജൻ ജോൺ കച്ചിറക്കൽ, ജോൺ ആളൂക്കാരൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അഖിൽ തണ്ടിയേക്കൽ, ഫാദർ ക്രിസ്റ്റി ചിറ്റക്കര എന്നിവർ പങ്കെടുത്തു. നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ആഘോഷത്തിൽ എല്ലാ പരിപാടികളിലും നിങ്ങളുടെ കുടുംബം ഒരുമിച്ച് വരണം, പങ്കെടുക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂട്ടിട്ട് വരണം. അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ആഘോഷമാക്കി മാറ്റാം. ഇത് ഫെബ്രുവരി 7, 8, 9, 10 തീയതികളിലാണ് അതിൻ്റെ ആഘോഷങ്ങൾ. ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നു. ഇതിൻ്റെ ജനറൽ കൺവീനർ ഷൈബു മാളക്കാരനാണ്. ജോയിന്റ് ജനറൽ കൺവീനർ ജോഷി പുത്തിരിയും മേരി വർക്കിയുമാണ് ജോയിന്റ് ജനറൽ കൺവീനേഴ്സ്. പിന്നെ പബ്ലിസിറ്റി കൺവീനർ ലിജോ മുളങ്ങാടനാണ്. ഫിനാൻസ് കൺവീനർ ഡേവിസ്. പരിയാരം പള്ളിയുടെ അമ്പുതിരുനാൾ ആഘോഷങ്ങൾക്കിടയിൽ 3 യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളായ 2 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തു. പരിയാരം സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ 30 വയസ്സുള്ള വിഷ്ണു, പരിയാരം തൃപ്പാപ്പള്ളി ദേശത്ത് ചിറക്കിൽ വീട്ടിൽ 18 വയസ്സുള്ള മിഷാൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ മാസം 25 ശനിയാഴ്ച രാത്രിയായിരുന്നു കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ചാലക്കുടി SHO MK സജീവൻ, SI സിജുമോൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. തിരുനാൾ കാണാൻ വന്ന കൂടപ്പുഴ സ്വദേശി ആദി കൃഷ്ണൻ, ഇലഞ്ഞിപ്ര സ്വദേശി ജോയൽ, ചാലക്കുടി സ്വദേശി കളക്കാട്ടുകാരൻ വീട്ടിൽ അമർ മാലിക് എന്നിവരെയാണ് മദ്യലഹരിയിൽ പ്രതികൾ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ അമർ മാലിക്കിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. സംഭവ ദിവസം തന്നെ 4 പ്രതികളെ പോലീസ് സ്ഥലത്ത് നിന്ന് സാഹസികമായി പിടികൂടിയും മറ്റു 2 പ്രതികളെ പിറ്റേന്ന് പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പരിയാരം സ്വദേശി അറക്കൽ വീട്ടിൽ 28 വയസ്സുള്ള മാർട്ടിൻ പോളി, ഇരിങ്ങാംപള്ളി വീട്ടിൽ അഖിൽ ബാബു, പാലാട്ടി വീട്ടിൽ ഷെറിൻ വിൻസെന്റ്, വെള്ളാഞ്ചിറ സ്വദേശി വാളിയാങ്കൽ വീട്ടിൽ ഡെനീഷ് ജോയ്, പോട്ട കളപ്പറമ്പൻ വീട്ടിൽ ലിൻഡോ, പരിയാരം സ്വദേശി തെക്കിനിയത്ത് വീട്ടിൽ മെബിൻ എന്നിവരാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെ കുറച്ച് വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മുഴുവൻ പ്രതികളും ഉടൻ പിടിയിലാവുമെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ സഞ്ചരിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി നഗരസഭയിൽ ബയോ മൈനിംഗ് അടിയന്തരമായി പൂർത്തിയാക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന അശ്വമേധം ക്യാമ്പയിന്റെ ചാലക്കുടി ബ്ലോക്ക് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. പാലിക്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചിട്ട് ഫെബ്രുവരി 9 13 വർഷം പൂർത്തിയാവുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ ലഭിക്കുന്നതിന് ATM കാർഡ് മാതൃകയിൽ പ്രോപ്പർട്ടി കാർഡ് പുറത്തിറക്കുമെന്ന് മന്ത്രി കെ രാജൻ.
ഗുരുവായൂരമ്പള്ളിയുടെ അമ്പതിരുന്നാൾ ആഘോഷങ്ങൾക്കിടയിൽ 3 യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളായ 2 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.